أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. قال الله عز وجل: كذلكم البر وكان حارثة أبر الناس بأمه. قال رسول الله: يا خير من دفينت بالقاء يعظمه، فطاب من طيبهن الكاه واللكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وركجل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. مولاي فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ഈ മഹല്ലത്തിൻ്റെ ഈ ജമാഅത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ്, ഏറെ വേണ്ടപ്പെട്ട അബ്ബാസ് സാഹിബ് അലക്കി, അർത്ഥഗർഭമായ പ്രൗഢമായ ഉപദേശം നൽകി. ഹ്രസ്വമാണെങ്കിലും ചെറുതാണെങ്കിലും വളരെയധികം ഘനപ്പെട്ട ഉപദേശം നൽകി. ഈ ആത്മീയ സംഗമം ആധികാരികമായി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ഈ മഹല്ലത്തിൻ്റെ ആദരണീയരായ ഹത്തീബ്, അനുഗ്രഹീത പണ്ഡിതനും പ്രഭാഷകനും, എല്ലാത്തിനേക്കാളുപരി എൻ്റെ ആത്മസുഹൃത്തും എൻ്റെ വലിയ ഗുണകാംക്ഷിയും എൻ്റെ വലിയ സഹപ്രവർത്തകനും എനിക്കേറെ വേണ്ടപ്പെട്ട വിരിശപ്പെട്ടവരും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഗഫൂർ അഷ്ശാഫിഈ, പരിപാടിയുടെ പ്രാരംഭത്തിൽ മനോഹരമായ നിലക്ക് പ്രൗഢമായ നിലക്ക് ഈ മഹൽ സംഗമത്തിന് സ്വാഗതം പറഞ്ഞ നമ്മുടെ നാടിൻ്റെ അഭിമാനം, നമ്മുടെ നാടിൻ്റെ ആലിമീങ്ങളിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരും നമുക്കേറെ വിരിശപ്പെട്ടവരും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഫാറൂഖ് മദനി ഉസ്താദ്, സമാദരണീയരും ബഹുമാന്യരും നമ്മുടെ നാടിൻ്റെ ഉസ്താദും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹ്മാൻ മുസ്ലിയ, അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിലെ അനുഗ്രഹീത സാന്നിധ്യം, ഗൗരവ ഉപസ്ഥിതി ബഹുമാനപ്പെട്ട മാജി അധ്യക്ഷർ ഇബ്രാഹിം ഹാജി സാഹിബ്, അതുപോലെ തന്നെ മാജി അധ്യക്ഷർ വൈ മുഹമ്മദ് ഹാജി സാഹിബ്, മാജി അധ്യക്ഷർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി സാഹിബ്, മാജി അധ്യക്ഷർ ബഹുമാനപ്പെട്ട സൈനാർ സാഗർ, പ്രധാന കാര്യദർശി പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബ് അലക്കി, അതുപോലെ തന്നെ മിസ്ബാഉൽ ഹുദ വെൽഫെയർ അസോസിയേഷന്റെ വെൽഫെയർ ഫെഡറേഷന്റെ പ്രഗത്ഭനായ സാരഥി പ്രിയപ്പെട്ട ഷരീഫ് സാഹിബ്, സർവ മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഏറെ വേണ്ടപ്പെട്ട വിരിശപ്പെട്ട നാസർ പർലമ്പാടി അടക്കമുള്ള കൂട്ടുകാരെ, സഹമിത്രങ്ങളെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. ആമീൻ ചൊല്ല്. നിങ്ങൾ വന്നത് വയല് കേൾക്കാനാണെങ്കിൽ ഞാൻ വന്നത് വയല് പറയുന്നതിനെക്കാട്ടിയേറെ നിങ്ങളെ ആമീനിൽ കൂടാനാണ്. നിങ്ങളെ ആമീനാണ് വലിയ കാര്യമുള്ളത്, അതിന് വലിയ പവറുണ്ട്. മിനിങ്ങളെ മജ്‌ലിസിൽ ചെല്ലുന്ന ആമീന് വലിയ കാര്യമുണ്ട്, വലിയ ഇജാബത്തുണ്ട്. വലിയ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവർക്ക് എല്ലാ മൂമിനാത്തുകൾക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ.
അള്ളാഹു ഞങ്ങളെ അമല് നന്നാക്കി തരട്ടെ, ഞങ്ങളെ ഇൽമല്ല നന്നാക്കി തരട്ടെ, ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു നന്നാക്കി തരട്ടെ. ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളി മദ്രസകൾ ഇതുപോലെയുള്ള നൽകാര്യങ്ങൾ ഈ പരിപാടിക്ക് പ്രത്യേകിച്ചും നാളേറെയായി കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഇതിനുവേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ പുണ്യരായ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങളെ പരിപാടി ഉദ്ദേശിച്ചതിനേക്കാളേറെ ഉപകാരപ്പെടുന്ന നിലക്കും ഉദ്ദേശിച്ചതിനേക്കാളേറെ വിജയകരമാകുന്ന നിലക്കുമാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ആമുഖം നീട്ടുന്നില്ല, എൻ്റെ ആവശ്യമില്ല. സമയം 9:45. ഇന്ന് പിന്നെ തുടക്കമായതുകൊണ്ട് കുറച്ച് ലേറ്റല്ലാവും, സ്വാഭാവികമാണ്. നാളെ ഇത്ര ലേറ്റൊന്നും ആവേല. ഏതായാലും ഒരു 9 മണിക്ക് ഉള്ളിൽ തുടങ്ങിയിട്ട് ഒരു 11 മണിൻ്റെ ഉള്ളിലായിട്ട് നിർത്താൻ നോക്കണോ? കുറെ ലേറ്റാക്കണ്ട. ഏതു പാട്ട് അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടി എല്ലാം കൊണ്ടും ഉപകാരപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവന്റെ മഹത്തായ ഇൽമിന്റെ മജ്‌ലിസിൽ ഒരു ആത്മീയമായ സദസ്സിൽ ഒത്തുകൂടാൻ കഴിഞ്ഞു എന്നത് മേലായ റബ്ബ് നമുക്ക് തന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന മഹത്തായ സലാത്തിന്റെ 21ാം വാർഷികം, അതുപോലെ തന്നെ ഈ മഹത്തായ ജമാഅത്തിന്റെ 58ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു അവിസ്മരണീയമായ ഒരു നിമിഷത്തിലാണ്, ഒരു പരിപാടിയിലാണ് നമ്മൾ. നല്ല ഈ കേൾക്കണം കേട്ട. മജ്‌ലിസിൽ നിന്നിട്ട് ഫോണാക്കാൻ ഇതാക്കാനൊന്നും പാടില്ല. അതെല്ലാം പുറത്തു പോയി ചെയ്തോളണം. സ്വർഗത്തിന്റെ തോപ്പിലാണ്, ഇൽമിന്റെ മജ്‌ലിസിലാണ്, മലായികത്തീങ്ങളെ ഇടതും വലതും എല്ലാം ഇരിക്കുന്നതാണ്. അപ്പൊ നല്ല അദബും ജാഗ്രത എല്ലാം പോണോ. അത്യാവശ്യം ഫോൺ വന്നെങ്കിലും ഉണ്ടോണോ, അത്യാവശ്യം പോണ്ടി വന്നാൽ പോണോ, ബെറണ്ടി വന്നാൽ ബെറണോ, അത്യാവശ്യം എണീക്കേണ്ടി വന്നാൽ എണീക്കണോ. പക്ഷെ അതെല്ലാം അതിൻ്റെതായ ഒരു ലിമിറ്റിലും കൺട്രോളിലും മതി. അള്ളാഹു ഞങ്ങളെ ധാരാളം ഇൽമുള്ളവരും, ധാരാളം ഇഖ്ലാസുള്ളവരും, ധാരാളം അമലുള്ളവരും, ധാരാളം അദബുള്ളവരിലുമാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മജ്‌ലിസ്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്തിന്റെ മഹത്വമൊക്കെ ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് വേണ്ടതുപോലെ പറഞ്ഞു തന്നു. ഒരുപാട് ഹദീസുകളും ആയത്തുകളും ചരിത്രങ്ങളൊക്കെ ഉദ്ധരിച്ച് പ്രൗഢമായ പ്രഭാഷണത്തിൽ സലാത്ത് എന്തിന് എന്ന് ഞാനും നിങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി. ഞാനും നിങ്ങളൊക്കെ ധാരാളം സലാത്ത് ചെല്ലുന്നവരാണ്, ചൊല്ലേണ്ടവരുമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്, ഒരു കർമ്മമാണ്, ഒരു ഇബാദത്താണ് സലാത്തു റസൂലില്ലാഹി. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാവല്ലേ? കിടാക്ക് കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങോട്ട് വരാൻ വിടണ്ട, അവരെല്ലാം കുറച്ച് അപ്പുറം ആയിക്കോളി. പിന്നെ റോഡ് നല്ലോണം ജാഗ്രത ആയിക്കോളി. നിങ്ങൾ എന്നെ നോക്കണം. സ്പീഡ് പോകുന്നു, സമയമെല്ലാം പണ്ടത്തെ പോലെ ഒന്നും അല്ല, ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പൊ കുറച്ച് വിഷയം നിങ്ങളിൽ ചൊല്ലണമെന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ നോക്കണം. നിങ്ങൊരു മാമൂല് പരിപാടിയായിട്ടൊന്നും കാണാൻ കഴിയാ. നല്ല ആദബിലും ജാഗ്രതയിലെല്ലാം പോകണം. എനിക്ക് പിന്നെ ഈ നിങ്ങൾ അങ്ങിങ്ങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസം കയറുന്നത്, അതാണ് വലിയ മിസ്റ്റേക്ക്. ഈ കണ്ടപ്പോ ചെല്ലേണ്ടി വരുന്ന കാണാം. ഹലോ സർ, നിങ്ങൾ ചെല്ലില്ലെങ്കിലായില്ലേ? ചെല്ലില്ലെങ്കിൽ ആട്ടി കണ്ണ് ചിമ്മിറ്റ് വേല പറയുന്നത്. ഇത് കണ്ണ് തുറന്നിട്ടല്ലോ വേല പറയുന്നത്. അവനെല്ലാം കാണുന്നില്ല. കണ്ണ് ചിമ്മിറ്റേ ഇങ്ങനെ പാടിക്കൊണ്ടുപോകുന്നെങ്കിൽ എന്തോ ആട്ടി നടക്കട്ടി കമ്പളം വായിച്ചിനും കണക്കറിയണമെന്നില്ല. ഇതങ്ങനല്ലല്ലേ? കണ്ണ് തുറന്നിട്ട് നോക്കുമ്പോ നിങ്ങൾ അങ്ങ് ഏതോ ഒരു ലോകത്ത്, ഞാൻ മായാ ലോകത്ത്. പിന്നെ ഇതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്റെ ഒട്ടികമേ വേണോ, എന്റെ കൂടമേ വേണോ? ഒരു മിനിറ്റ് അപ്പുറം തീരാ. അള്ളാഹു ഞങ്ങളൊന്ന് കബൂലാക്കട്ടെ. ഇതിന്റെ കൂലി ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും മരിച്ചോർക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ്, ഷാഫിഈ ഉസ്താദ്, അതുപോലെ തന്നെ മദനി ഉസ്താദ് ഒക്കെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഞങ്ങളെ പള്ളിക്ക് വേണ്ടിയിട്ട്. ഇന്നലകളിൽ കട്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഈ പള്ളിയെ ഈ കോലത്തിലാക്കാനും ഈ ജമാഅത്തിനെ ഈ രീതിയിൽ ഭദ്രമാക്കാനും വേണ്ടിയിട്ട് പഴയ കാലത്തൊക്കെ കഷ്ടപ്പെട്ടവർ കുറഞ്ഞവരൊന്നുമില്ല. അവർക്ക് ഇതെല്ലാം അധ്വാനിച്ചതിന്റെ ഫലാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് കാളും നീട്ടിയിട്ടും കയ്യും നീട്ടിയിട്ടും നിസ്കരിക്കാനല്ലാന്ന്, നല്ല റാഹത്തിൽ ഓലെടുക്കാനല്ലാന്ന്. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഒരു വേള 58 കൊല്ലം മുമ്പായിരുന്നുവെങ്കിൽ അവരെ പൊരന്റെ ഓടുന്ന വെള്ളം കൊടുന്നിട്ട് ഓലെടുക്കുന്ന അവസ്ഥയായിരിക്കും ചിലപ്പോ അന്ന്. പണ്ടല്ല അങ്ങനെ ആയിരുന്നു. ഓലെടുക്കാൻ വേണ്ടി വരുമ്പോ പരന്ന ഒരു കിണ്ടിയിൽ വെള്ളം എടുത്തോണ്ട് വരും, എന്നിട്ട് ഓലെടുത്തിട്ട് നിസ്കരിച്ചിട്ട് പോകും. ഇന്ന് അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഈടുന്ന് പുറക്ക് വെള്ളം കൊണ്ടോ. ഇപ്പൊ അങ്ങനത്തെ കോലത്തിലായി, പരന്ന് കൊണ്ടണ്ട. അത്ര നല്ല സൗകര്യമാണ്. അല്ലാഹു തആല ഈ നിലക്ക് മനോഹരമാക്കി തന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുക, ഹബീബായ നബി തങ്ങളെ നല്ലോണം ഈമാൻ വെക്കുക, ഹബീബായ നബി തങ്ങളെ നല്ലോണം സ്നേഹിക്കുക, ആദരിക്കുക എന്നത് നമ്മുടെ ഈമാനാണത്.
നമ്മുടെ ഈമാന് ക്ലിയർ ആവണമെങ്കിൽ കാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പോരാ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മതിയാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് കൂടാതെ ഞങ്ങളെ ഈമാൻ പൂർണ്ണമല്ല. ആ മുഹമ്മദ് നബിയെ വിട്ടിട്ട് ഞങ്ങളെ ഈമാനില്ല, മുഹമ്മദ് നബിയെ വിട്ടിട്ട് ഞങ്ങളെ ഇസ്ലാമില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഹബീബായ നബി തങ്ങളെ എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വേണം. ഞങ്ങളെ സമസ്ത മേഖലകളിലും, ഞങ്ങളെ ശ്വാസോച്ഛ്വാസങ്ങളിലും, ഞങ്ങളെ പ്രവർത്തനങ്ങളിലും, ആരാധനകളിലും ഹബീബായ നബി തങ്ങളെ വിട്ടിട്ടൊരു കളിയില്ല. ആ നബിയോടാണ് ഞങ്ങൾക്ക് ലോകത്ത് എല്ലാവരെക്കാളേറെ ഇഷ്ടമുണ്ടാകേണ്ടത്, ഏറെ ബന്ധമുണ്ടാകേണ്ടത്, ഏറെ സ്നേഹമുണ്ടാകേണ്ടത്. അതതിന്റെ സൗണ്ടെല്ലാം കുറക്കി, ഞാൻ ചെല്ലിട്ടാട്ട് ലേറ്റായി. ഇതെല്ലാം മുന്നേ സെറ്റാക്കിട്ട് റെഡി ആക്കിട്ട് വെച്ചോളൂ. എല്ലാം കേറിയിട്ട് എന്താടുന്നില്ല എന്നെല്ലാം നോക്കിക്കോളൂ. അൽഹംദുലില്ലാ ഞങ്ങളെ സൗണ്ട് മാഷാ അല്ലാഹ്, അല്ലാഹു തആല എനിക്ക് പേരോർമ്മയില്ല, എല്ലായിടത്തും കാണുന്നു. എല്ലായിടത്തും ഈ ഭാഗത്തെല്ലാം സാധാരണ ഉറൂസിനും റാത്തിബിനും വാർഷികത്തിനും സിൽവർ ജുബിലിക്കും സിൽവർ സ്റ്റീൽ ജുബിലിക്കും എല്ലാത്തിനും അയാളെ സെറ്റ് ഉണ്ടാവും. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. താജ് സൗണ്ട് ആൾക്കാർക്ക് കേട്ടിന് എത്ര വട്ടം കേട്ടിനെ. പിന്നെ എനിക്ക് ഞമ്മീ വരുന്ന് കാണുന്നു മുണ്ടുന്ന് പോന്നു, ഇതിൻ്റെ ഇടയിൽ മറന്നിട്ട് പോകും. കുറെ നേരം നിൽക്കുന്നു. നിങ്ങൾ എന്നൊക്കെ കാണുന്ന പോലെ ഞാൻ നിങ്ങളെ കാണുന്നില്ല. ഞങ്ങൾ ഈ 1.5-2 മണിക്കൂറിന്റെ ഇടയിൽ ഈ കൂടിയ 300 ജില്ലാൻ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ 2 മണിക്കൂറിന്റെ ഇടയിൽ എന്നെ നോക്കുന്നു, ഇതിന്റെ അപ്പുറം നോക്കുന്നില്ല. അപ്പൊ നിങ്ങളെ കാട്ടിയ ഓർമ്മ എനക്കുണ്ടാവില്ല, എന്റെ കാട്ടിയ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവും. ഏതു പാട്ട് ഞാനിപ്പോ കനവും കുറവെന്നും പറഞ്ഞല്ല. അല്ലാഹു തആല ഞങ്ങൾ എല്ലാവർക്കും ഖൈറ് നൽകട്ടെ. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാം. നബി തങ്ങളെ താഴ്ത്തുന്ന ഒരു കോലം, നബി തങ്ങളെ ചെറുതാക്കുന്ന ഒരു കോലം, നബി തങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു കോലം ഞങ്ങളെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. അത് ഞങ്ങൾക്ക് സഹിക്കാനും പറ്റാ. മിഞ്ഞാന്നല്ലേ ഞങ്ങളെ ന്യൂസിന്റെ ചാനലിന്റെ ആങ്കർ അവർക്ക് കുടിച്ചിട്ട് റൗണ്ട് അടിച്ചിട്ട് ഫുള്ള് റോഡ് സൈഡിൽ അവർക്ക് വീണ. അവന്റെ പേരെന്ത്? അജിത്ത്. അവർക്ക് കുടിച്ചിട്ട് ഇങ്ങനെ തൂറാടിയിട്ട് ഇടിയെ വീണ. ആ ചങ്ങായി മുഞ്ഞാന്നല്ലേ ഒരുത്തന്റെ ചെല്ലിയെ. നിങ്ങൾക്ക് നബിന്റെ അത്ര വലിയ ഗൗരവ ആദരവെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ പാകിസ്ഥാനിലേക്ക് പോയി ഓന്റെ ഏളാമാന്റെ വർക്ക് പോയി ചെല്ലെ പോലെ. ഇത് പാകിസ്ഥാനാരും ഞങ്ങളെ വാപ്പന്റെ നാട് അല്ല, ഞങ്ങളെ കെട്ടിയോന്റെ നാട്. ഇതാരും നിന്റെ ഉപ്പാന്റെ നാട് അല്ലല്ലോ. ഇത് ഞങ്ങളെല്ലാവരും അല്ലേ. പിന്നെ ഞങ്ങളോട് അങ്ങോട്ട് പോവാന്ന് പറയും. ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ഞങ്ങൾ അങ്ങനെ കാല് കയ്യും വീഞ്ഞോട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കുറെ ഉണ്ട്, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ എന്തുമില്ല. കാല് അന്നാ ഓന്റെ ചെരുപ്പ് മാത്രമേ ഉണ്ടാവും, നക്കിയ ചെരുപ്പ്. ബ്രിട്ടീഷുകാരന്റെ ജയിലിൽ പോയിട്ട് ഞാൻ ആക്ഷേപിക്കുന്നതല്ലേ, പക്ഷെ അയാൾ പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾക്ക് നബിന്റെ അത്ര വലിയ ഗൗരവാദരവ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ അപ്പുറം പോയിരുന്നു, പാകിസ്ഥാനിലൊക്കെ അറബ് നാട്ടിലൊക്കെ പോയി. അല്ല, ഏത് നാട്ടിൽ പോയാലും, ഏത് ലോകത്ത് പോയാലും, ഏത് രാത്രിയായാലും, ഏത് പകലായാലും, ആരുടെ മുന്നിലായാലും, ഏത് ജനങ്ങൾക്കിടയിലായാലും ഞങ്ങളെ എല്ലാമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നാ ഉലന്നാസി ബി യൗമൽ ഖിയാമ മുസ്തഫായ റസൂലുള്ളാഹ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അന്നബിയോ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. മുസ്തഫായ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഞങ്ങളെ സ്വന്തം ശരീരത്തിനേക്കാളേറെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഭാര്യ മക്കളെക്കാളേറെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വത്ത് കച്ചവടങ്ങളെക്കാളേറെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട വീട് പറമ്പുകളെക്കാളേറെ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹൃദയബന്ധമുള്ളത്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ആദരവും ഉള്ളത്, ബന്ധമുള്ളത് ഹബീബായ നബി തങ്ങളോടാണ്. ആ റസൂലുള്ളാഹിനെ വിട്ടിട്ട് ഞങ്ങൾക്ക് ജീവിതമില്ല. ആ ഹബീബായ നബി തങ്ങളെ വിട്ടിട്ട് ഞങ്ങളെ ഈമാന് പൂർണ്ണമല്ല. ആ നബിയോടുള്ള സ്നേഹവും ആദരവുമാണ് സത്യം പറയട്ടെ ഏറ്റവും വലിയ ഈമാൻ. നബി തങ്ങളോട് ഈമാന് വെക്കാത്തവന് പരലോകത്ത് രക്ഷയില്ല. നബി തങ്ങളോട് മഹബത്ത് വെക്കാത്തവന് നാളെ സ്വർഗത്തിന്റെ പ്രവേശനമില്ല.
നബി തങ്ങളോട് ഇഷ്ടമില്ലാത്തവന് നാളെ നബി തങ്ങളെ ശഫാഅത്ത് കിട്ടല. നബി തങ്ങളെ സുന്നത്തെടുക്കാത്തവന് നാളെ നബി തങ്ങളെ പരിശുദ്ധ മുഖം കാണാനുള്ള ഭാഗ്യമുണ്ടാവല. അതുകൊണ്ട് തന്നെയാണ് പഴമക്കാരായ മഹാന്മാർ, ഇന്നലകളിൽ കഴിഞ്ഞുപോയ നല്ലവരായ മുഅ്മിനീങ്ങൾ, സുബ്ഹാനല്ലാഹ്, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, അവർ എല്ലാവരെക്കാളേറെ സ്നേഹിച്ചതും ബഹുമാനിച്ചതും പിരിശം വെച്ചതും റസൂലുള്ളാഹി തങ്ങളെയാണ്, ഹബീബായ നബി തങ്ങളെയാണ്. കേട്ടിട്ടില്ലേ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു? അങ്ങനെ ഉണ്ടെന്നില്ല. സൗബാൻ റളിയല്ലാഹു അൻഹു വലിയ സഹാബിയാണ്, ഹബീബായ നബി തങ്ങളെ പ്രധാനപ്പെട്ട സഹാബിയാണ്. ഏത് സമയത്തും ഏത് ജമാഅത്തിനും അയാളെ പള്ളിയിലെ കാണും. പക്ഷെ എപ്പോഴും നല്ല ലവളവയ്ക്കലുള്ള മനുഷ്യനാണ്. എപ്പോ നോക്കിയാലും നല്ല ജിഗറിലാണ്, നല്ല 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 ഉന്മേഷത്തിലാണ്, നല്ല ആരോഗ്യത്തിലാണ്, നല്ല ലവളവയ്ക്കലാണ്, എല്ലാം കൊണ്ട് റാഹത്താണ് ആ മനുഷ്യന്. പക്ഷെ ഇപ്പൊ കുറച്ചു നാളായി സൗബാന് തങ്ങളെ കാണുമ്പോ പഴയ കാലത്തെ പോലെയല്ല, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, മുഖം ഒട്ടിയിരിക്കുന്നു, മുഖത്ത് ഭയങ്കര ക്ഷീണം കാണാ, വല്ലാത്ത ടെൻഷന് കാണാ, തടിയെല്ലാം മെലിഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ നാളുകൾ കഴിയും തോറും സൗബാന് തങ്ങൾ വല്ലാത്ത ബേജാറിലായി കാണുന്നുണ്ട്. നാള് പോകുമ്പോ ഇങ്ങനെ വേരുന്നു ആ എതിറിലൊരു 4-5 കസേര കാലിയുണ്ട്. അതിനേടും ഇലവമനി ആ വലിയ കിടവ് ബാക്കിൽ നടക്കുന്ന ദഫിന്റെ ലീഡർ, നീ മാത്രം ജൽദി. ഈ എതിർന്നുള്ള ഒരു 4 കസാല, ആ കാലി കസാല നീ ബാക്കിൽ അവോ സംഘാടകർ അവിടെ കാലി കസാല ഉണ്ട്, അതിനൊന്ന് ഇട്ടുപിടിക്കാവല്ലോ. വരുന്നോറ് അതിന് പുറനാട്ടുകാരനാണ്, ഞമ്മ അവരെ ആദരിക്കണം, അവരെ ഞമ്മ ബഹുമാനിക്കണോ, അവരെ ഞമ്മ എല്ലാം കൊണ്ടും ഗസ്റ്റ് ചെയ്യണം. അതിനെ ബാക്കിലേക്ക് ഇടുമ്പോ കൊണ്ടേറ്റ് നിന്നെ ഞാൻ എതിർക്ക് വിളിച്ചതല്ല, നീ ബേജാറാക്കണ്ട. എല്ലാ കാലി കസാര എല്ലാം ഇട്. അവന് മലയാളം അറിഞ്ഞില്ലേ നാകിട എടും അതിനെടും അതിനെടും ആ കസാല ബാക്ക് നേരെ നേരെ പീച്ചെ. നീ ആ ബാക്കിലത്തെ കസാലിരുന്നോ? അതിലിരുന്നോ? ബമ്പ മാഷാ അല്ലാഹ്. ഇതൊമ്മ ബെമ്പ ബെമ്പ ഇങ്ങ് വാ, നിങ്ങൾ അവിടെ തന്നെ ഉണ്ട് എല്ലാവരും. എന്നിട്ട് 4 കസാലയുടെ 8 ആള്. എട് ആ കസാല ഇട് ബാക്കിടി. ബാല്യക്കാരും ഇല്ല ഇവിടെ. LKG കിടാൻ എന്നെ കിടത്തുന്ന നീ ഫെഡറേഷൻ ഏറ്റുപാട് വായിച്ചിനൂടെ അൽ മിസ്ബാഹ് ഫെഡറേഷൻ കൊണ്ടോറും അവർ മുന്നേ പോണു. ജിഗറിലി അവരെല്ലാം സെറ്റാക്കിയിട്ട് മട്ടം പോലെ ആക്കേണ്ടിയത്. ബാല്യക്കാർ കുത്തു നിന്നുണ്ടെങ്കിൽ പിന്നെ ആരും പേടിക്കണ്ട. നല്ല ജിഗറും ഈമാനും തണ്ടേടും തടിയുള്ള ഈമാനികമായ ആവേശമുള്ള ബാല്യക്കാർ സെറ്റാണെങ്കിൽ മാഷാ അല്ലാഹ്, നാട് ഉഷാറായി, സമൂഹം ഉഷാറായി, സമാജം ഉഷാറായി, ഞങ്ങളെ രാജ്യം ഉഷാറായി, എല്ലാവരും ഉഷാറായി. ബാല്യക്കാരെ ചണ്ടിയായെങ്കിൽ പിന്നെ ഞങ്ങൾ ചപ്പാവന് വരെ പണിയില്ല. പിന്നൊന്നുണ്ട്, നമ്മളെ ബാല്യക്കാർ ചണ്ടിയാന്ന് ഈ പള്ളിന്റെ കേട്ട് കിടന്ന പിന്നെ പുറത്തു പോയിട്ടില്ല. അവൻ ഞങ്ങളുടെ കുത്താന്നറിഞ്ഞോ, ബടി പോലെ കുത്താന്ന്. ഹെഡ്ലൈറ്റ് മാച്ച് വെച്ചെങ്കിൽ ചെല്ലേ വേണ്ട, അവൻ നീ തന്നെ ഉള്ളു സ്റ്റാൻഡിന്റെ. നിങ്ങളെ വിഷയമല്ല അല്ലെ, ബാലക്കാർക്ക് ബേജാറായെങ്കിൽ വിടി, അതിനെ വല്ല കാര്യമാക്കണ്ടേ, ചർച്ചയാക്കണ്ടേ. സംഗതി നേറന്നെ അങ്ങനല്ല. ബാല്യക്കാർ നല്ല ഇരുവേണോ, അവർ കണ്ട ഹറാമിയത്തിന്റെ പിന്നിൽ പോകേണ്ടവരല്ല, വേണ്ടാത്തരത്തിന്റെ പിന്നിൽ പോകേണ്ടവരല്ല, അനിസ്ലാമികമായ പ്രവണതകൾക്ക് ഡാൻസ് കുത്തുങ്കളിയുമായി അതുപോലത്തെ വേണ്ടാത്തരങ്ങളുമായിട്ട് പോകേണ്ടവരല്ല, ഗാഞ്ചവസനികളാകേണ്ടവരല്ല, കഞ്ചാവിന്റെ ആൾക്കാരാകേണ്ടവരല്ല. ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളവരിലാണ്, ഈ സമാജത്തിന്റെ ഏറ്റവും വലിയ ബറവസ അവരിലാണ്. ഹബീബായ നബി തങ്ങളും ദുആരെന്ന് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടരാണ് ഞങ്ങളെ സമാജത്തിലെ ബാല്യക്കാർ. അതുകൊണ്ട് അവർ എപ്പോഴും മാതിരിയാവണം. ഇന്ന് കണ്ടില്ലേ TV ചാനലിൽ ഇപ്പോഴും വാർത്ത തീർന്നിട്ടില്ല. പത്രമാധ്യമങ്ങൾ വെണ്ടക്ക കോലത്തിൽ എഴുതിയിട്ടുണ്ട്, എല്ലാ ചാനലുകളിലും ചർച്ചയാണ്. സുബ്ഹാനല്ലാഹ്, കരളലിപ്പിക്കുന്ന രംഗമാണ്, ഏതൊരു മനുഷ്യന്റെയും കൽബ് പൊട്ടിപ്പോകുന്ന രംഗമാണ്. ഒരു ചെറുപ്പക്കാരൻ, ഈ ഉമ്മത്തിന്റെ ഒരു ബാല്യക്കാരൻ, ഹബീബായ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ഒരു ബാല്യക്കാരൻ, സുബ്ഹാനല്ലാഹ്, ലഹരിക്കടിമയായതിന്റെ പേരില് ഇപ്പൊ ഫൈനൽ റിപ്പോർട്ട് അങ്ങനെയാ വന്നുകൊണ്ടിരിക്കുന്നത്. ലഹരിക്കടിമയായിട്ട് ജന്മം നൽകിയ ഉമ്മയടക്കമുള്ള 6ഓളം പേര് കൊന്നൊടുക്കി.
മൃഗീയമായ രീതിയില് രാക്ഷസി രൂപത്തില് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരേതാ അറുകൊല നടത്തിയിരിക്കുകയാണ്. കാരണം എന്തറിയോ? ലഹരിയാണ്. അതുകൊണ്ടാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എല്ലാ നിലക്കുള്ള ലഹരിയെയും ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്. ലഹരി ഉപയോഗിക്കണ്ട. കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും നിഷിദ്ധമാണ്. എല്ലാ ലഹരിയും പടിക്ക് പുറത്താണ്. അത് ഉപയോഗിക്കണ്ട. അത് കച്ചവടം നടത്തണ്ട. അതിന്റെ ഡീലറാവണ്ട. അതിന്റെ ഏജന്റ് ആവണ്ട. അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവനാകണ്ട. അത് നിന്നെ അവസാന കുഴിയിലേക്ക് എത്തിക്കുകയുള്ളൂ, നാശത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞത് ഞാനല്ല, ഹബീബുൽ വറാ റസൂലുള്ളാഹ്. കല്ലുപോലത്തെ ചെക്കന്മാരല്ല ഇങ്ങനെയാക്കിയെങ്കിൽ പിന്നെ സമുദായം അങ്ങോട്ട്. മിഞ്ഞാന്നൊരു ചെറുപ്പക്കാരൻ ഇതേപോലെ, പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് പറയട്ടെ, സഫ്വാൻ എന്നാണോ എന്റെ പേര്, അങ്ങനെയാണെന്നാ തോന്നുന്നത്. മിഞ്ഞാന്ന് ഒരു 2-3 ആഴ്ച പിന്നെ സ്വന്തം ഉമ്മാനെ കഴുത്തറുത്തു കൊന്നു. അവനോട് പോലീസുകാർ കെട്ടി, എന്തിനു മോനെ ഇത് കൊന്ന്? ഉമ്മല്ലേ. അപ്പൊ ഓൻ ലഹരിക്കടിമയായിരുന്നു. അപ്പൊ പറഞ്ഞെന്നറിയാ, എനിക്ക് ജന്മം നൽകിയതിന്റെ കൂലിയാണ് ഞാൻ ഉമ്മാക്ക് കൊടുത്തത്. എന്നെ പോറ്റിയില്ല, എന്നെ പെറ്റില്ല, എനിക്ക് മുല തന്നില്ലേ, മുലപ്പാള് തന്നില്ല. അതിനുള്ള പ്രതിഫലമാണ്, കൂലിയാണ് ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുത്തത്. ഉമ്മ ഈ ലോകത്ത് ജീവിക്കണ്ട. എന്റെ എല്ലാ സുഖത്തിനും ലഹരിക്കും അടതടയായി, അഡ്ഡഗോടയായി എന്റെ മുന്നിൽ വരുന്നത് ഉമ്മ. അതുകൊണ്ടാ ഉമ്മ വേണ്ട എന്ന് പറഞ്ഞിട്ട് ജന്മം നൽകിയ ഉമ്മാനെ കൊന്നു ഞങ്ങളെ യുവാക്കള്, കെട്ടിയവരെ കൊല്ലുന്നു ഞങ്ങളെ ബാല്യക്കാര്, കുടുംബജീവിതം താറുമാറാക്കുന്നു ഞങ്ങളെ യുവാക്കള്. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഞങ്ങളെ സമാജം ആ വിഷയത്തിൽ വളരെ ബേജാറിലാണ്. ഈ ഉമ്മത്തിന്റെ ബാല്യക്കാരാണ് എല്ലാ വേണ്ടാവൃത്തികളിലും ഇന്ന് പിടിക്കപ്പെടുന്നത്. പറയാൻ നാണക്കേടുണ്ട്. ഓപ്പണായിട്ട് മൈക്ക കെട്ടിയിട്ട് ചെല്ലാൻ ചങ്കിയുണ്ട്. എന്നാലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങളെ സമാജത്തിലെ ബാല്യക്കാരില്ലാത്ത എന്തെങ്കിലും ഒരു തരികിടം ഇവിടെ കാണുന്നില്ല. എല്ലാത്തിലും ഓറുണ്ട്. ഇനി ലക്ഷക്കണക്കിന് 2 ലക്ഷത്തിന്റെ 3 ലക്ഷത്തിന്റെ ഡേണേറ്റ് മാച്ച് വെക്കട്ട്. ആര് അതിന്റെ രൂവാരി, അതിന്റെ മൈൻ പ്രൊഡ്യൂസർ, അതിന്റെ ആളാരി, അരി ഞമ്മോ അല്ല ഉസ്താദ്. അവർ വെക്കുന്ന 3000-ന്റെ 6 ഓവർ, നീ 2 ലക്ഷത്തിന്റെ 12 ഓവർ. ഇല്ലേ? ഇനി വയല് പറഞ്ഞിട്ട് പിന്നെ നിൽക്കും തോന്നുന്ന അതില്ല. അത് നിൽക്കണമെങ്കിൽ എന്താക്കണ്ട, ഞങ്ങൾ 2 ആളും ഒന്നായിട്ട് അവരൊന്ന് നേരത്തെ കൊണ്ടിട്ട് സമാധാനിപ്പിക്കും. ഞങ്ങൾ 2 ആളും ചെല്ലങ്ങാരി, ഞാനും എന്റെ ഓളും അല്ല, ഞാനും നിങ്ങളും. മഹല്ലത്തുകാരായ നിങ്ങൾക്ക് വലിയ റോളുണ്ട്. ഉസ്താദുമാരെ വിടണ വേണ്ടേ എന്ന് മാത്രം തീരുമാനിക്കാനുള്ള പണിയല്ല നിങ്ങൾക്ക്. അതും നിങ്ങൾക്കുള്ള പണി തന്നെ. കാരണം നിങ്ങളാണല്ലോ ഉമറാക്കള്, മാനേജ്മെന്റ് കമ്മിറ്റിക്കാർ. എന്നാൽ അതിനേക്കാളും വലിയ സീരിയസ് ആയ വിഷയമുണ്ട്. നാട്ടിൽ നടക്കുന്ന മംഗലത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കണോ? നാട്ടിൽ നടക്കുന്ന താളമേള നിങ്ങൾ നോക്കണോ? നാട്ടിൽ നടക്കുന്ന ബാല്യക്കാരെ കോലം നിങ്ങൾ നോക്കണോ? പാവപ്പെട്ട പെണ്ണുകിടാക്കളെ അവസ്ഥ നിങ്ങൾ കാണണോ? വീട്ടിന്റെ ഉള്ളിൽ ഭക്ഷണമില്ലാതെ കഴിയുന്ന വീട്ടുകാരെ നോക്കണോ? ഇതെല്ലാം ഉമറാക്കളായ നിങ്ങൾക്ക് വലിയ ബാധ്യതയാണ്. ഇനി റമളാന് വരുന്നു, പൈസക്കാരെ വിളിച്ചിട്ട് മാത്രം നീ നോമ്പ് തുറപ്പിക്കണ്ട. പാവപ്പെട്ടവരെ മറക്കണ്ട, കുടുംബക്കാരെ മറക്കണ്ട. അവരെ മറന്നിട്ടാണ് നീ നോമ്പ് തുറപ്പിക്കുന്നതെങ്കിൽ നീ തുറപ്പിച്ചത് നോമ്പല്ല. ആ നോമ്പ് തുറപ്പിക്കലും ആ നോമ്പും അല്ലാഹ്ക്ക് വേണ്ട. ഞങ്ങളെ നാടിന്റെ കമ്മിറ്റിക്കാർ ആ കാര്യം ശ്രദ്ധിക്കണോ? ഇപ്പൊ 11 കമ്മിറ്റിക്കാർക്കൊന്നും ടൈമില്ല. ഇവിടുത്തെ കമ്മിറ്റി അല്ലേ, നിങ്ങൾ ബേജാറാക്കണ്ട. നിങ്ങൾ ബേജാറാക്കണ്ട. ഇതിപ്പോ ഇയാള് ഞങ്ങൾ ചെന്നയാണ്, നിങ്ങളല്ല ഇത് മൊത്തത്തില്. ഇത് എല്ലാവരും ചെല്ലേണ്ട വിഷയമേ, ഞാൻ മാത്രം ചെല്ലേണ്ടതല്ല. ഇനി ചെല്ലിയില്ലെങ്കിലും നിങ്ങൾ അറിയേണ്ട വിഷയമേ ഇത്. കമ്മിറ്റി എന്നെല്ലാം ചെല്ലുന്ന നാട്ടിന്റെ നേതൃത്വമാണ്.
അവരെ ഞങ്ങൾ ബഹുമാനിക്കണോ? അവരെ ആദരിക്കണോ? അവരെ കുന്തുകൊർത്ത പോയിട്ട് മാങ്ങന്റെ കട്ടലിൽ എണ്ണേണ്ടതല്ല. നിന്റെ 16 ഇഞ്ചിന്റെ നാവലി അവർ ഈ നാടിന്റെ നേതൃത്വമാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടല്ല അവരെ നേതാക്കളാക്കിനെ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പക്ഷെ ഞാൻ നേതാവ്, ഞാൻ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി ചൊല്ലിട്ട് കൗത്തിന്റെ അടുത്ത ബട്ടൺ എടുത്തിട്ട് നടന്നാൽ മതിയാ. വലിയ പണിയുണ്ടോ? എന്ത് പണി? എന്ത് പണി? ഹൗലിന്റെ തന്നെ കാലിയാന അതിന് കമ്മിറ്റി എന്തിനീ ഓർക്കൊന്നും എല്ലാവർക്കും അറിയില്ല. കാലിയാനയില്ലേ? ഫാൻ്റെ സ്വിച്ച് തിരിഞ്ഞില്ല നോക്കാനാ. അതിന് ഫാൻ ഇട്ട് നോക്കിയെങ്കിലേ ഇല്ല. എനിക്ക് കമ്മിറ്റി വേണം. കമ്മിറ്റിക്കാർക്ക് വലിയ റോളുണ്ട്. അതിനാണ് ഞങ്ങളെ വലിയ പിന്നെ സുന്നിമാല് ഫെഡറേഷൻ, അതുപോലെ തന്നെ മദ്രസ മാനേജ്മെന്റ്, അതുപോലെ തന്നെ പള്ളി ജമാഅത്ത് കമ്മിറ്റി, ഇവരെല്ലാം നല്ല കരുതലോടെ എനിക്ക് നീങ്ങിയില്ലെങ്കിൽ, വേണ്ടതുപോലെ ഈ ഉമ്മത്തിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഞങ്ങളെ ബാല്യക്കാരെ മേലെ ഒരു കണ്ണ് നിങ്ങൾ വെച്ചില്ലെങ്കിൽ, നിങ്ങൾ ഭാവിയിൽ നല്ല വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ ബെർല് കടിക്കേണ്ടി വരും. നിങ്ങൾ ഖേദിക്കേണ്ടി വരും. അല്ലാഹ് കാക്കട്ടെ. അതുകൊണ്ട് എല്ലാ നിലക്കുള്ള നീച സ്വഭാവത്തിൽ നിന്നും, എല്ലാ നിലക്കുള്ള വേണ്ടാത്ത പ്രവൃത്തികളിൽ നിന്നും, എല്ലാ നിലക്കുള്ള പരീക്ഷണങ്ങളിൽ നിന്നും, ബേജാറുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം റസൂലുള്ളാഹി തങ്ങളിലേക്ക് മടങ്ങലാണ്. ഹബീബായ നബി തങ്ങളിലേക്ക് ചേരലാണ്. ഹബീബായ നബി തങ്ങളെ കൽബിൽ പ്രതിഷ്ഠിക്കലാണ്. മുസ്തഫായ നബി തങ്ങളെ എല്ലാവരെക്കാളേറെ സ്നേഹിക്കലാണ്. ആ നബിയെ നല്ലോണം പിരിശം വെക്കലാണ്. ആ റസൂലിന്റെ മേലെ ധാരാളം സലാത്ത് ചൊല്ലലാണ്. ഇത് മനസ്സിലാക്കിയവരായിരുന്നു മുൻഗാമികള്. അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാവരെക്കാളേറെ ഹബീബായ നബി തങ്ങളെ വിരിശം വെച്ചത്. കണ്ടില്ലേ സൗബാൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾ സൗബാൻ നിങ്ങൾ റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ട്, സലാത്ത് ചൊല്ലിയിട്ട്, ആമീൻ ചൊല്ലിയിട്ട് ഒന്ന് മജ്ലിസ് ഭംഗിയാക്കണം. നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്, എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്ത മജ്ലിസ് ആണെങ്കിൽ ആ മജ്ലിസ് നാറ്റമുള്ള മജ്ലിസാണ്, മൂക്കുപൊത്തിയിട്ടിരിക്കേണ്ട മജ്ലിസാണ്. അവിടെ സ്വർഗത്തിന്റെ സുഗന്ധമോ ഒന്നുമേ ഉണ്ടാവില്ല. ഖാല റസൂലുള്ളാഹി. സലാത്ത് നല്ലോണം ചൊല്ലണം. ഞങ്ങളെ നാവനങ്ങേണ്ടത്, ചുണ്ടനങ്ങേണ്ടത്, ഞങ്ങളെ വായ് ചലിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാവണം. അവിടെ മടികാട്ടണ്ട, അവിടെ അപ്പുറം നോക്കണ്ട, അവിടെ ബാക്കുള്ളോ ചെല്ലിയായില്ലേന്ന് നോക്കണ്ട, അവിടെ ചങ്കി വേണ്ട, നാണം വേണ്ട, നന്നായി ചൊല്ലിക്കോ മുസ്തഫ റസൂലുള്ളാഹ്. മഹാനായ സൗബാൻ നബി തങ്ങളെ സഹാബിയാൻ, സന്തത സഹചാരിയാൻ, അവിടത്തെ ബളകൈമണ്ടനാൻ, എപ്പോഴും നബി തങ്ങളെ കൂടെയാൻ. സുബ്ഹാനല്ലാഹ്, നല്ല ജിഗ്ർമേനാൻ, നല്ല ആരോഗ്യവാനാൻ. പക്ഷെ ഇപ്പൊ ഒരു 2-3 ആഴ്ചയായി മഹാനരെ കാണുമ്പോ ഭയങ്കര വീക്കായി കൊണ്ടുപോകുന്നു, ടേഡായി കൊണ്ടുപോകുന്നു, ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് കാണുന്നു. എന്താ ഷുഗർ കൂടിയാണ്? ഷുഗർ എന്ത് കൂടിനെന്തോ അല്ല, അതിന് പണ്ട് ഷുഗറേ ഇല്ല. ഊട് ഞങ്ങൾ മൂക്കിന്റെ കൊടിയോളം തിന്നിട്ട് പൊക്കിളി പിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ഷുഗറും വന്ന്, പ്രഷറും വന്നു. ആരോ ഒരാൾ ജില്ല പോലെ 20 ഷുഗർ, 21 പ്രഷർ, 25 കബ്. അള്ളാഹു ഞങ്ങളിലുള്ള രോഗം മരുന്നില്ലാതെ ശിഫാക്കി തരട്ടെ. അവന്റെ പള്ളിക്കും അവന്റെ മദ്രസക്കും അവന്റെ ഉമ്മത്തിനും കൊടുത്ത സ്വതക്ക അള്ളാഹു ഞങ്ങളെ രോഗങ്ങൾക്ക് മരുന്നാക്കി തരട്ടെ. ഏറ്റവും വലിയ മരുന്നാണ് ദാനം, ധർമ്മം. അള്ളാഹു കബൂലാക്കി തരട്ടെ. അതിനുള്ള പൈസയും, അത് ചെയ്യാനുള്ള സമ്പത്തും, അങ്ങനെ ചെയ്യാനുള്ള വലിയ മനസ്സും, ആ നിലക്ക് നീട്ടിക്കൊടുക്കാനുള്ള കയ്യും പഠിച്ച തമ്പുരാൻ നമുക്ക് ധാരാളം നൽകട്ടെ. ആമീൻ ചൊല്ല്. ധാരാളം നൽകട്ടെ, ധാരാളം നൽകട്ടെ. സൗബാൻ റളിയല്ലാഹു അൻഹു രോഗം പിടിപെട്ടതല്ല. മുസ്തഫായ നബി തങ്ങൾ സൗബാനെ കണ്ടു. പക്ഷേ ഇന്നലത്തെ പോലെയല്ല മിഞ്ഞാത്ത പോലെയല്ല ഇന്നലെ. നാൾക്കുനാൾ മഹാനറങ്ങനെ ക്ഷീണിച്ചു പോകുന്നത് കണ്ടപ്പോ, വളരെ ടേഡായിട്ട് കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ അവിടത്തോട് ചോദിച്ചു, അല്ല സൗബാനേ, മാ ഖയ്യറ ലൗനക, ഏ സൗബാനേ, നീ എന്തേ ചേഞ്ച് ആയത്? എന്തേ നീ ഒന്നും മാറിയത്? നിന്റെ നിറം മങ്ങിപ്പോയി, നിന്റെ ആരോഗ്യം ചെറുതായി പോയി, നിന്റെ ലവളവിക കുറഞ്ഞു പോയി. എന്തേ കാരണമെന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹൽബിക്കയില്ല, വല്ല സോക്കേടോ രോഗമോ ഉണ്ടോ, ക്ഷീണമുണ്ടോ, രോഗമുണ്ടോ? പറയണം. എന്തേ നീ കോലത്തിലായത്, എന്തേ ക്ഷീണിച്ചു പോയത് എന്ന് ചോദിക്കുമ്പോ മഹാനർ പറഞ്ഞു, നബിയേ,
മർളുൻ വലാ വജുൻ യാ റസൂലല്ലാഹ്. ഇല്ല നബിയേ, ഒരു രോഗമോ ക്ഷീണമോ ബേജാറോ ഇല്ല നബിയേ. പിന്നെ എന്തറിയോ, ഞാൻ ഇങ്ങനെ ടേഡായത്, ക്ഷീണിച്ചു പോയത്, മൂഡ് ഓഫ് ആയത്, അന്നി ഇദാ ലം അറാക ഇസ്തഖൈതു ഇലൈക വസ്തവശഹ്തു. മഹാൻ പറയാണ്, അതേ നബിയേ, നിങ്ങളെ കാണാതിരിക്കുമ്പോ എനിക്ക് വല്ലാണ്ട് ബേജാറാണ്, നിങ്ങളോട് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. ഒരു നിമിഷം പോലും നിങ്ങളെ കണ്ടില്ലെങ്കിൽ കണക്കാന്നില്ല, നിങ്ങളെ വിട്ടിട്ടിരിക്കാനാന്നില്ല. ഈടെ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് പുറക്കെത്തിയെങ്കിൽ